മുന്നറിയിപ്പുകൾ അവഗണിച്ചതാണ് വയനാട് കള്ളാടി ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. ദുരന്തം മുൻകൂട്ടി പ്രവചിച്ചതായിരുന്നു. 5 തവണ രേഖാമൂലം മുന്നറിയിപ്പ് നൽകി. പരിസ്ഥിതി അനുമതിയിലെ നിബന്ധനകൾ ലംഘിച്ചോ എന്ന് പരിശോധിക്കണമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഈ ദുരന്തമുണ്ടായപ്പോൾ ആദ്യം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ മാധ്യമങ്ങൾക്ക് മുൻപാകെ വന്ന് പറഞ്ഞത് ഇത് കരാർ കമ്പനിയുടെ പ്രശ്നമാണ്, കരാർ കമ്പനി ആ മണ്ണ് നീക്കാത്തതാണ് കള്ളാടി ദുരന്തത്തിന് കാരണമെന്നായിരുന്നു. പക്ഷേ വളരെ കൃത്യമായി ഈ മണ്ണ് ഇടിച്ചിൽ സാധ്യത ഉണ്ടാകുമെന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 5 തവണ രേഖാമൂലം നൽകിയിരുന്നു. ഇതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ദുരന്തമുണ്ടായത്. അത് മറച്ചുവെക്കാനായിരുന്നു സർക്കാരിന്റെ നീക്കം. ഇപ്പോൾ അമിക്കസ് ക്യൂറി എന്ത് റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്? നീലിമ, 5 തവണയാണ് ഈ കള്ളാടി പാലത്തിലെ മണ്ണ് കൂമ്പാരം അത് അപകടമാണെന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുന്നറിയിപ്പ് ഈ DDMA, അതായത് വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ളത്. കരാർ കമ്പനിക്ക് അടക്കമായിരുന്നു ഈ മുന്നറിയിപ്പ് നൽകിയത്. അതിനുശേഷം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടിക്കൊണ്ടുള്ള ഒരു ചില രേഖകളും അങ്ങോട്ട് നൽകിയിരുന്നു. പക്ഷേ KSDMA ഇക്കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു സമീപനമോ നടപടിയോ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതായത് ഈ മുന്നറിയിപ്പുകളൊക്കെ നൽകിക്കൊണ്ട് DDMA കൃത്യമായിട്ട് നടപടികൾ സ്വീകരിച്ചു. പക്ഷേ ഈ KSDMAയുടെ ഭാഗത്തു നിന്നും അനുബന്ധമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായില്ല. നിയമപരമായിട്ടുള്ള വീഴ്ച സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ പാരിസ്ഥിതിക അനുമതി ലഭിച്ചിട്ടുള്ള പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് KSDMA എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ ഫയല് മടക്കുന്നത്. പക്ഷേ അത് ശരിയായ രീതി അല്ല എന്നുള്ളതാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ പറയുന്നത്. സാധാരണ നമുക്കറിയാം, ഈ ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള എല്ലാ നടപടികളും സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഈ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടി സ്വീകരിക്കുവാനോ ഈ ദുരന്ത സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ അതിന്റെ ഇടപെടൽ നടത്തുവാനോ KSDMA തയ്യാറായില്ല. ഇവിടെയാണ് അമിക്കസ് ക്യൂറി നിയമപരമായിട്ടുള്ള വീഴ്ച ചൂണ്ടിക്കാട്ടുന്നത്. പാരിസ്ഥിതിക അനുമതി ഉണ്ടെങ്കിൽ കൂടി കൃത്യമായിട്ട് അവിടുത്തെ ദുരന്ത സാധ്യത വിലയിരുത്താനായിട്ടുള്ള നടപടികൾ ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിക്കേണ്ടതായിരുന്നു. 5 തവണയാണ് ഈ DDMAയുടെ മുന്നറിയിപ്പ് അവഗണിച്ചത്. അത് അപകടത്തിന് കാരണമായി എന്നാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കരാർ കമ്പനിക്കെതിരെയും രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് റിപ്പോർട്ടിൽ പരാമർശങ്ങൾ ഉള്ളത്. അതായത് കരാർ കമ്പനിക്കും കൃത്യമായിട്ട് അവരുടെ നടപടികൾ ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടി മുന്നറിയിപ്പ് നൽകിയതാണ്. മാത്രമല്ല, ഈ തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ തൊഴിലാളികളെ വിന്യസിച്ചതിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം. അതിൽ അന്വേഷണം നടത്തണം. ആരൊക്കെയാണ് ഇതിന് ഉത്തരവാദികൾ? അത് അധികൃതരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും അതോടൊപ്പം തന്നെ കരാർ ജീവനക്കാരാണെങ്കിലും അവർക്കെതിരെ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണം തുടങ്ങിയ ശുപാർശകളും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും KSDMAയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ വീഴ്ചയുണ്ടായി, മേൽനോട്ടത്തിലടക്കം വലിയ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് കുറ്റപ്പെടുത്തലായിട്ട് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നേരത്തെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ ഹർജി ഫയൽ സ്വീകരിച്ചിരുന്നു. ആ ഹർജിയിൽ തന്നെയാണ് അമിക്കസ് ക്യൂറി കള്ളാടി വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി അങ്ങോട്ട് ഈ ഒരു അസസ്മെന്റ്, അതായത് ഈ ഡിസാസ്റ്റർ ഇമ്പാക്ട് അസസ്മെന്റ് നടത്തണം. മാത്രമല്ല, ഈ മണ്ണ് നീക്കുന്നതിന് സമയബന്ധിതമായിട്ടുള്ളൊരു പദ്ധതി രൂപീകരിക്കണമെന്ന ഉൾപ്പെടെയുള്ള ശുപാർശകൾ അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നീലിമ. ശരി രേഷ്മ.